ഇതാണ് ഞങ്ങളുടെ സ്കൂൾ, GLPS ക്ലാരി വെസ്റ്റ്. ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിന് 100 വയസ്സായി. ഞങ്ങളുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ പഠിച്ചത് ഈ സ്കൂളിലാണ്. ഇവിടെ പഠിച്ച് പലരും ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആയിട്ടുണ്ട്. ഈ നാട്ടിൻപുറത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് നമ്മുടെ സ്കൂൾ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ മാഷന്മാരും ടീച്ചർമാരും ഒക്കെ നല്ല സ്നേഹമുള്ളവരാണ്. ഞങ്ങൾക്കും അവരെ വലിയ ഇഷ്ടമാണ്. നന്നായി പഠിപ്പിക്കും, കഥകൾ പറഞ്ഞു തരും. സുഖമിഴും കൈപ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഓർമ്മകൾ അങ്ങോട്ട് പോവുകയാണ്. 1935 ജൂണിലാണ് ഞാൻ ആദ്യമായി സ്കൂൾ ചേർന്നത്, 1-ാം ക്ലാസ്സിൽ. ഈ കള്ളിമരം മറക്കാൻ പറ്റില്ല. ഇതിൽ 2 ഇവിടെ കൊമ്പ് മുറിച്ചു, അതിൽ 2 ഇണർപ്പുണ്ടായിരുന്നു. ഇതിമ കയറിയിട്ട് കളിക്കൽ ഈ നെല്ലിമരം. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഏകദേശം ഇതേപോലെ ആയിരുന്നു. അങ്ങനെ വരുന്ന വഴികളും അങ്ങനെ സംഭവമൊക്കെ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. ക്ലാരി പഴയ വെട്ടത്ത് രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ ആ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. യഥാർത്ഥത്തിൽ ക്ലാരി ഒരു ദേശമാണ്. ഇതിന് പേര് വന്നത് ഒരു പക്ഷേ പഴയ കാലഘട്ടത്തിൽ കളരികൾ ഉള്ളതുകൊണ്ട് ആയിരിക്കാം. 2 വിധത്തിലുള്ള കളരികളാണ്. ഒന്ന് എഴുത്ത് കളരിയും ആയോധന കളരിയും ഉണ്ടായിരുന്നു. ആ കളരിയുടെ ഒരു ആംഗലേയ വഴക്കം എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചൊൽഭേദമായിട്ടാണ് ക്ലാരി എന്ന് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതും അന്വേഷിച്ചറിഞ്ഞിട്ടുള്ളതും. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. പുരോഗമനവാദിയായ തേഞ്ചേരി കുമാരൻ മൂസദിന്റെ നേതൃത്വത്തിൽ 1919 കന്നിക്കുഴുങ്ങരയിലെ ഒരു വാടക കെട്ടിടത്തിലാണ് ഈ വിദ്യാലയം ആരംഭിച്ചത്. പിന്നീട് അദ്ദേഹം 1939 പാറപ്പുറത്ത് ഒരു പുതിയ കെട്ടിടം പണി കഴിപ്പിച്ച് ഈ വിദ്യാലയം അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. കടലാസു പെട്ടിക്കൊണ്ട് ലൈല കളിവണ്ടി ഉണ്ടാക്കി ചക്രങ്ങൾ പിടിപ്പിച്ചു. കയറാനും ഇറങ്ങാനും വാതിൽ വച്ചു. ഇരിക്കാൻ ഇരിപ്പിടങ്ങൾ ഒരുക്കി നിറം നൽകി ഭംഗിയാക്കി. രാത്രിയിൽ കളിവണ്ടി ചേർത്തു പിടിച്ച് ലൈല ഉറങ്ങി. പണ്ട് പറയാറുണ്ട്, പാടത്തേക്ക് പണിക്കും പോവും, അതിൻ്റെ ഇടയിൽ സ്കൂളും പോകുന്നു. എങ്കിലും ആ സ്കൂളിൻ്റെ മുറ്റം കാണാത്ത, അല്ലെങ്കിൽ സ്കൂള് അക്ഷരാഭ്യാസം ഇല്ലാത്തവരായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. അതിന് കാരണം ഈ സ്കൂൾ തന്നെ. കഞ്ഞിക്കുഴിങ്ങര എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ പിന്നോക്കാർ, അരിജനടക്കമുള്ള പിന്നോക്കാർ പണി കഴിഞ്ഞ് വന്നാൽ അവർ കഞ്ഞി കൊടുക്കുന്നതിന് വേണ്ടി കുഴി, അവിടെ പാറയിൽ കുഴി വെച്ച് ഇല വാട്ടി അതിൽ കഞ്ഞി വെച്ച് കൊടുത്തിരുന്ന ഒരു പേരിൻ്റെ ഭാഗമാണ് കഞ്ഞിക്കുഴിങ്ങര എന്നുള്ള പേരാണ്. ആ ഒരു ഫ്യൂഡൽ ചിഹ്നത്തിൻ്റെ പേരിലാണ് ഇപ്പോഴും ഇവിടെ ഈ പേര് നിലനിൽക്കുന്നത്. ഇഷ്ട
കഞ്ഞിക്കുഴുങ്ങര ആ കയറി ഒരു പടിഞ്ഞാറേ ഭാഗത്ത് ഒരു 3 മുറി പീടിക, അതിൻ്റെ മുകളിലൊരു ഹോളാണ് അന്ന് സ്കൂള്. ഡിസ്ട്രിക്ട് ബോർഡിൻ്റെയാണ് സ്കൂള്. ബോർഡ് ബോയ്സ് ഹിന്ദു എലിമെൻ്ററി സ്കൂൾ എന്നാണ് അന്ന് പേര്. ഇതൊന്നുമില്ല. അങ്ങനെ അവിടെ ഞാൻ 1-ാം ക്ലാസ് ചേർന്ന കാലത്ത് ഹെഡ് മാസ്റ്റർ രാഘവാരൻ, PV രാഘവാരനും ഒരു അസിസ്റ്റൻ്റ് കുഞ്ഞമ്പു മാഷെന്നാണ് ഓർമ്മ. അങ്ങനെ 3 ക്ലാസ്സും 2 മാഷും 1 ആകാനുള്ളൂ. ഞാൻ 4ലേക്കായപ്പോഴേക്ക് അവിടെ 4-ഉം പിന്നെ 5ലേക്കായപ്പോഴേക്ക് 5-ഉം സാങ്ഷനായി. അങ്ങനെ ആ സ്കൂളിൽ അതിൻ്റെ പഴയ കെട്ടിടമായതുകൊണ്ട് ബോർഡിൻ്റെ നിർബന്ധപ്രകാരം ഓണർ ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയതാണ് ഇത് വാടക കെട്ടിടം. നമുക്ക് സ്വന്തമല്ല, വാടക. അങ്ങനെ 39-ൽ 5-ലായി, 40-ൽ ഇവിടുന്ന് വിട്ടുകയും ചെയ്തു. ഉച്ചഭക്ഷണം നമ്മൾ കൊണ്ടുവന്ന് കഴിക്കുന്ന രൂപത്തിലുള്ള സ്കൂളായിരുന്നു. അവിടെ നിന്നൊക്കെ ഒരുപാട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ നമ്മൾ എല്ലാ ദാരിദ്ര്യവും സ്കൂളിനും വന്ന് ഉണ്ടായിരുന്നു. നാട്ടിലെ പൊതുവെയുള്ള ദാരിദ്ര്യം തന്നെയായിരുന്നു സ്കൂളിൻ്റെ അവസ്ഥയും. നമ്മൾ പെൻസിലും സ്ലേറ്റും ഒക്കെ വാങ്ങിച്ചു. പൊതുവേ ഞങ്ങളൊക്കെ ഒരു ആവറേജ് കുടുംബത്തിലുള്ള അവരെ കൊണ്ട് ഞങ്ങൾക്കത് വലിയൊരു ഇതായി തോന്നിയിട്ടില്ലെങ്കിലും പൊതുവേ സ്കൂളിൻ്റെ അവസ്ഥ അതായിരുന്നു. അന്ന് ഈ ഒരു കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുള്ള് ഒഴിഞ്ഞൊരു പാറപ്പുറം, കുറ്റിക്കാടുകൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള. ഇപ്പം ഇങ്ങനെ 2 നില ബിൽഡിങ്ങും സ്റ്റേജും ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മളെ പഠിപ്പിച്ച മാഷന്മാരൊക്കെ പോയി, ആരുമില്ല. ഇംഗ്ലീഷ് മാഷൊക്കെ പിന്നെ ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ എഡ്രിക്കോട് ഉണ്ടായിരുന്ന 2 മാഷന്മാരുണ്ട്, അവരെയും കാണാറുണ്ട്. ടീച്ചർമാരെയൊന്നും പിന്നെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഇതിലേ പോകുമ്പോഴും പാസ് ചെയ്യുമ്പോഴൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് ഇവിടെ എത്തുമ്പോഴും. '69 മുതൽ 72 വരെ 4 വർഷം ഈ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അന്ന് ഇന്നത്തെ കാലത്തെ മാതിരി അംഗനവാടി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ 1-ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസം ഇതിലായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ സ്കൂൾ ചേർക്കാൻ ആവുന്ന സമയത്തിന് മുമ്പ്, അതായത് ഞാൻ 6 വയസ്സാണ് സ്കൂൾ ചേർക്കുന്ന സമയം. അപ്പോൾ 5-ാം ക്ലാസ് 5 വയസ്സ് മുതൽ ചേരേണ്ടി വന്നു. കാരണം ചേച്ചി സ്കൂളിൽ വരുമ്പോൾ കൂടെ വരും. അപ്പോൾ മാഷ് പറയും, ഇനി ദിവസം വരികയല്ലേ, ഇനി അവനോട് പിടിച്ചിരുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ആ 5-ാം ക്ലാസ്സിന് സ്കൂളിൽ ചേർത്തു. 75-ലാണ് ഈ സ്കൂളിൽ 1-ാം ക്ലാസ് ചേർന്നത്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നാട് തന്നെ ഒരു തീർത്തും ഈ ഒരു സ്കൂൾ പാറ എന്നാണ് ഇതിനറിയപ്പെടുക. ആ സ്കൂൾ പാറയും കുറേ ഞാവൽ മരങ്ങൾ ആകെ ഉണ്ടാവുന്നത് ഈ പാറയും ആ പാറേൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിൽ ഞാവൽ മരങ്ങളും. അത് കഴിഞ്ഞ് ഇവിടുന്ന് തൊട്ട് താഴേക്ക് എത്തിയാൽ ഒരു കാട്ടിലെ ഒരു കിണർ. ആ കിണറിൽ നിന്ന് പിന്നെ പണ്ടത്തെ പശുക്കൾക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ആ വെള്ളം ഒഴിച്ചിട്ട് നേരെ പോയിട്ടൊരു ഈ ചെങ്കല്ല് കൊണ്ട് ചെത്തിണ്ടാക്കിയ ഒരു പാത. അതിന് ചെന്നിട്ട് ഈ അന്നത്തെ സിമെൻ്റ് ഇട്ടിട്ടുള്ള, സിമെൻ്റ് പറഞ്ഞാൽ ഇന്നത്തെ സിമെൻ്റ് അല്ലാതെ വെള്ളക്കുമായ എന്നൊക്കെ പറഞ്ഞാൽ അത് വെച്ചൊരു ടാങ്ക്. ആ ടാങ്കിൽ നിന്നാണ് പശുക്കൾക്കൊക്കെ വെള്ളം കൊടുത്തിരുന്നത്. അത് ഏകദേശം ഇതിന് തൊട്ട് ഒരു 10 മീറ്റർ അപ്പുറം. അതൊക്കെ ഈ സ്കൂളിൽ പെട്ട സ്ഥലമായിരുന്നു. അതിൽ പിന്നെ ചിറ, അപ്പുറത്തെ ഇല്ലത്തിൻ്റെ ആറ്റാഞ്ചിറ എന്ന് പറഞ്ഞാൽ ചിറ ഒഴുകി വന്ന് നേരെ പുറത്ത് പാടത്തേക്ക് പോണ വഴിയാണ് ഇങ്ങോട്ട്. അപ്പോൾ ആ വഴിയിലൊരു കുളമുണ്ട്. കുളം വെച്ചാൽ ഒരു ചോല, ആ ചോലയിൽ ഒഴുകി അങ്ങനെ വെച്ചു. ഈ സ്കൂളിന് പിന്നെ മണ്ണിൻ്റെ മൊത്തത്തിലുള്ള ഈ ബൗണ്ടറിക്കൊരു മണ്ണിൻ്റെ ഒരു മതിൽ, അതിൻ്റെ മേലൊരു കല്ല് വെച്ചിട്ട് കല്ല് കൊണ്ടുള്ളൊരു പിന്നെ ഒരു കവാടം, അതിലൊരു ചെറിയ ഗേറ്റ്, അങ്ങനെ ഇത് ഏകദേശം ഇവിടെ ഒരു കള്ളിമരം ഇങ്ങനെ ഒക്കെ ഉള്ളതുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്രൗണ്ടായി, ഇങ്ങനെ ഉള്ള ഓപ്പൺ സ്ഥലത്ത് ഗ്രൗണ്ടായിരുന്നു. അതിലാണ് വൈകുന്നേരം ഇവിടെ ഉള്ള വലിയ ആൾക്കാരും കുട്ടികളൊക്കെ കളിച്ചിരുന്നത്. എൻ്റെ അച്ഛൻ നീലമന നരസിംഹഭ്രാന്തിരിയും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ HM ആയിരുന്ന ജോസഫ് മാഷ് ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അന്ന് വാര്യമാഷ്, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന വാര്യമാഷ്
ഒക്കെ ഇവിടെ തന്നെ താമസിച്ച് ഇവിടുത്തെ കുട്ടികളെ സ്നേഹിച്ച് അവരുടെ ഒരു കുട്ടികളെപ്പോലെ ഇവരെ വളർത്തി വലുതാക്കി മാറ്റുന്നൊരു സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് തുടർന്ന് പോകുന്നതിൻ്റെ അന്ന് അവർ ഈ സാംസ്കാരികമായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങളായിട്ടൊക്കെ ചേർന്ന് നിന്നിരുന്ന ആൾക്കാരാണ് അവരെല്ലാം. അവരെല്ലാം ഈ നാടിൻ്റെ വളർച്ച അല്ലെങ്കിൽ നാട്ടുകാരുടെ ഉന്നമനം ഇത് മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. ഈ സ്കൂളിന് അന്ന് അക്കാലത്തൊക്കെ അറിയപ്പെട്ടിരുന്നത് നമ്പീശൻ മാസ്റ്ററുടെ സ്കൂൾ എന്നാണ്. ഒരുപാട് കാലം ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ച നമ്പീശൻ മാസ്റ്റർ സ്കൂൾ എന്നാണ് എൻ്റെയൊക്കെയുള്ള പരിചയത്തിൽ നിന്ന് മനസ്സിലായത്. മൊത്തം അധ്യാപന സർവീസ് 33 കൊല്ലം 8 മാസമുണ്ട്. അതിൽ 27 കൊല്ലം ഈ സ്കൂളിൽ തന്നെയാണ്. ബാക്കി ഒരു 6 കൊല്ലം ഈ ജില്ലയിലെ പല ഭാഗത്തുമായിട്ടാണ്. അത് ഏതാണ്ട് ഒരു 65-66 കാലത്തായിരിക്കും ഇവിടെ വന്നത്. 20 കൊല്ലത്തോളം മെച്ചമായിട്ടുമാണ്. ഞാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടും അധ്യാപകനായിട്ടും പ്രഥമാധ്യാപകനായിട്ടും ഇരിക്കാനുള്ളൊരു അപൂർവ ഭാഗ്യം സിദ്ധിച്ച ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. 1-ാം ക്ലാസ്സിൽ 1967 ഞാൻ ഇവിടെ പഠിക്കാൻ വരുന്നത്. 1990 അധ്യാപകനായിട്ട് ഞാനിവിടെ വരുന്നു. വാടക കെട്ടിടത്തിലാണ് സ്കൂൾ, ഒരൊറ്റ ബിൽഡിങ്. ഞാനും ഇവിടുത്തെ പ്രഥമാധ്യാപകനായ നമ്പീശൻ മാഷും മാത്രമേ പലപ്പോഴും സ്കൂളിലുണ്ടാവുള്ളൂ. മിക്കവാറും മറ്റു പോസ്റ്റുകളൊക്കെ വേക്കൻ്റായി കിടക്കും. അപ്പോൾ പലപ്പോഴും നമ്പീശൻ മാഷ് പോയി കഴിഞ്ഞാൽ ഒരു ഏകാധ്യാപക വിദ്യാലയം വഴി ഹെഡ് മാസ്റ്ററാണ് നമ്പീശൻ മാഷ് പല കാര്യങ്ങൾക്കും ഔദ്യോഗിക കാര്യങ്ങൾക്ക് പുറത്തു പോയാൽ ഒറ്റയ്ക്ക് ഈ സ്കൂള് നിയന്ത്രിച്ചിരുന്നത് പലപ്പോഴും ഞാനായിരുന്നു. പിന്നെ അന്ന് എംപ്ലോയ്മെൻറ്റ് നിയമനമൊന്നും പെട്ടെന്ന് നടക്കില്ല. പലപ്പോഴും ഏകാധ്യാപക വിദ്യാലയം പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അന്ന് ഇതൊരു വാടക കെട്ടിടത്തിലാണ് സ്കൂള്. ഇത് മാത്രമേ ഉള്ളൂ, ഈ കെട്ടിടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു കഞ്ഞിപ്പനി ഉണ്ടാക്കാൻ അന്ന് കഞ്ഞി ഉണ്ടല്ലോ ഈ ഓഫീസിൽ അന്വേഷിച്ചു. അപ്പം പറഞ്ഞു 2 സെൻറ്റ് സ്ഥലം നിങ്ങൾ ഉണ്ടാക്കി തരികയാണെങ്കിൽ ഉണ്ടാക്കി തരാം, അതല്ലാതെ വാടക കെട്ടിടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. റെൻറ്റഡ് ബിൽഡിംഗ് അതിനിടയിൽ മാറി. പഞ്ചായത്തും നാട്ടിലെ ജനങ്ങളും കൂടെ പണം സ്വരൂപിച്ച് ബിൽഡിംഗ് സ്വന്തമായി വാങ്ങി, സ്ഥലം വാങ്ങി, 30 സെൻറ്റ് സ്ഥലവും വാങ്ങി. അങ്ങനെ സ്ഥലം കിട്ടിയതോടുകൂടി പിന്നീടുള്ള വികസന പ്രവർത്തനങ്ങളുടെ മുഴുവൻ ചുക്കാൻ പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ലഭിച്ച വലിയൊരു നേട്ടം. അക്കാര്യത്തിൽ നാട്ടുകാരുടെയും നമ്മൾ പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ, SSIയുടെ ഇവരുടെ ഒക്കെ ഫുൾ സപ്പോർട്ട്, സർക്കാരിൻ്റെ ഒക്കെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ട് ഇന്ന് ഈ കാണുന്ന, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വിദ്യാലയത്തിൽ കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. മഞ്ഞയുടുപ്പിൻ കരിയുമായ മന്ദാരച്ചില്ലയിലേതു പക്ഷി മഞ്ഞക്കിളിയാണു വാണുകിൽ നമ്മൾക്കു മധുരം കിടച്ചിടുമെന്നു ന്യായം, മധുരം കിടച്ചിടുമെന്നു ന്യായം. 2000 നമ്മൾ പെരുമണക്ലാരി ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കുകയും അതിൻ്റെ ആദ്യമായി വന്ന ബോർഡിൽ പിന്നെ നീലമന ശങ്കരൻ എന്ന ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ഇവിടുത്തെ ഈ വാർഡ് മെമ്പറായി വരികയുണ്ട്. ആ മെമ്പറായി വന്നതിന് ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ട്, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മൂപ്പര് ഫണ്ട് അനുവദിച്ചത് ഈ സ്കൂളിനായിരിക്കും. നമ്മളെ റോഡിനും തോടിനും പാലത്തിനൊക്കെ ചോദിക്കും പോലെ മൂപ്പര് ആദ്യമായിട്ട് ഈ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സ്ഥലം വാങ്ങാൻ വേണ്ടി ഗവൺമെൻറ്റിലേക്ക് സ്ഥലം വാങ്ങിയാലേ പ്രശ്നം തീരുള്ളൂ, അതിന് വേണ്ട ഉള്ള തീരുമാനമെടുത്തു. അന്നത്തെ പിന്നെ പ്രഥമ പ്രസിഡൻ്റായിട്ടുള്ള CK റസാക്ക്, പിന്നെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കുഞ്ഞിപ്പോക്കര മാഷ്, ആ ടീം അവർ ആ ഫണ്ട് അനുവദിക്കുകയും ബാക്കി ആ ഫണ്ട് കൊണ്ട് നമുക്ക് ഈ സ്ഥലം ഒരു 30 സെൻറ്റെങ്കിലും വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഏകദേശം നാട്ടിലൊരു PTA കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നല്ല രീതിയിൽ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അകമഴിഞ്ഞ് സഹായിച്ചു. കൂടാതെ നമ്മളെ സ്കൂൾ മാനേജറായിരുന്ന അസനാജി ആ ബിൽഡിങ് നിൽക്കുന്ന സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ടും തന്നു. അപ്പോൾ അതിനുശേഷം ഈ സ്കൂൾ വരികയും ആ പഞ്ചായത്ത് ബോർഡ് തന്നെ നമുക്ക് ഈ നിൽക്കണ ഈ ബിൽഡിങ്ങിനുള്ള ഫസ്റ്റ് ബിൽഡിങ്ങും നിർമ്മിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ പഞ്ചായത്തുമായിട്ടും മറ്റും ഒരുപാട് ഫണ്ടുകളും കാര്യങ്ങളും തന്ന് നമ്മളെ വിദ്യാലയത്തെ വളരെയേറെ മുൻപന്തിയിലെത്തിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരുപാട് വ്യക്തികൾ ഇന്ന് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2016-17 വർഷത്തിൽ പഞ്ചായത്തിൽ നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂം ഇവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇവിടെയുള്ള ടൈൽസ്, മുറ്റം ടൈൽസ്, അതുപോലെ തന്നെ ബാത്റൂം, പിന്നെ കോണി, ഷീറ്റ്, അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമുക്ക് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീവണ്ടിയിൽ ആരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ? തീവണ്ടി നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഓരോ വണ്ടികൾ പോകുമ്പോഴെന്താണ്, ഓരോ സൗണ്ടുകൾ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്കൊരു പാട്ട് പാടാം. നിങ്ങൾ നല്ല രീതിയിൽ നന്നായി പാടുക കേട്ടോ. കട 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 കാളവണ്ടി, കിണി 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 സൈക്കിൾ വണ്ടി, പോം 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 മോട്ടോർ വണ്ടി, ചുക്ക് 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 തീവണ്ടി. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ നമ്മുടെ സ്കൂളിൽ വേനലാകുമ്പോൾ രൂക്ഷമായ കുടിവെള്ളം ക്ഷാമം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് ആ ഒരു ക്ഷാമം പരിഹരിച്ചു. PTA അടക്കമുള്ളവർ നാട്ടിൽ ഇവിടെ ഈ ചുറ്റുമുള്ള എല്ലാ ആളുകളും നേരിട്ട് കണ്ട് അവരുടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഒരു 95,000-ഓളം രൂപ കളക്ട് ചെയ്തതിന് ശേഷം ഒരു ബോർവെല്ല് കുഴിക്കുകയും നല്ല വെള്ളം ലഭിക്കുകയും ആ വെള്ളം നമ്മൾ സ്കൂളിൽ മാത്രമല്ല അടുത്തുള്ള പാവപ്പെട്ടവർക്ക് വെള്ളമില്ലാത്തവർക്ക് എത്തിക്കുന്നൊരു രീതിയും കൂടി ഇവിടെ നടത്തി പോകുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളൊക്കെ കൂടെയുള്ള ക്ലാരി, പിന്നെ സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടന, അത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഈ സംഘടന പിന്നെ അതിൻ്റെതായ പങ്കുവഹിക്കുന്നതിന് സ്കൂൾ എല്ലാവിധ സഹകരണവും നൽകാറുണ്ട്. പ്രീ പ്രൈമറിക്ക് തന്നെ ഇന്ന് അവിടെ സീറ്റ് കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഉള്ള നിലവാരത്തിലേക്ക് ആ സ്കൂൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആ സ്കൂളിൻ്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്നത് 2008-ലാണ് തുടങ്ങിയത്. അപ്പോൾ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോരോ വർഷത്തിനനുസരിച്ച് കുട്ടികൾ കൂടി വന്നു. പിന്നെ ഒരു ക്ലാസ്സായിട്ടാണ് ഞങ്ങളിവിടെ നടത്തിയിരുന്നത്. പിന്നെ കുട്ടികൾ കൂടുതലായപ്പോൾ 2 ക്ലാസ്സായിട്ട് LKG UKG ആക്കിയിട്ട് മാറ്റി. 10 കമ്പ്യൂട്ടറുണ്ട് സ്കൂളിൽ, സ്മാർട്ട് ക്ലാസ് റൂം, അങ്ങനെ എല്ലാവിധ സിസ്റ്റങ്ങളുണ്ട്. അന്നെന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇപ്പോൾ 1-ലുള്ള കുട്ടികൾ പോലും LKG UKG മുതൽ തന്നെ കമ്പ്യൂട്ടർ, വലിയ സ്കൂളുകളൊക്കെ അതിന് കിടപിടിക്കുന്ന സ്കൂളാണ് സ്കൂൾ. All of you had your lunch today? Yes, I am also ate my lunch today. സ്കൂളുകളിൽ ഞാൻ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ്. ഞാൻ ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ ആയതുകൊണ്ട് ഇവിടെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം അവരിൽ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ അവർ സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. ദിസ് ഈസ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവറിബഡി. ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി. ഗുഡ് ഈവനിങ് എവറിബഡി. ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. ഭാഷാ ഗാലറിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് നിർമ്മിക്കാൻ വേണ്ടി മോഡലായി കൊടുത്തിട്ടുള്ള ചാർട്ടുകളും കുട്ടികൾക്ക് അധിക വായനയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ചില കഥാപുസ്തകങ്ങളും കവിതാ പുസ്തകങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ റീഡിംഗ് കാർഡുകളാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുട്ടികൾ ധാരാളമായി വായിക്കുകയും അറബി ഭാഷയിൽ തന്നെ കുട്ടികൾ നല്ല നിലവാരം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. യോഗയും കൊണ്ട് കുട്ടികളിൽ ഉദ്ദേശിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കുക, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക, അതേപോലെ തന്നെ അവരുടെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക.
അവരുടെ ദഹന പ്രക്രിയയൊക്കെ ശരിയാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് യോഗയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നത്. രാവിലെ 7:45 ഞാൻ വരും. 11:45 12 മണിനുള്ളിൽ ഭക്ഷണം റെഡിയാണ്. എല്ലാവരും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക. മാഷുമാരും ടീച്ചർമാരും 160ഓളം കുട്ടികളുണ്ട്. എല്ലാവരും ഭക്ഷണം ഇവിടുന്ന് കഴിക്കുക. കുട്ടികളോടൊക്കെ ഇടപഴകുക വെച്ചാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ ജാതമോദമതിന്നനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ നാൾക്കുനാളതിൽ നാം ഉണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ. ഇവിടുത്തെ കുട്ടികൾ നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. നമ്മൾ LP സ്കൂളിൽ പറഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് എവിടെ ആയാലും നമ്മൾ എവിടെ നിന്ന് കണ്ടാലും അവർ അപ്പം തന്നെ നമ്മൾ ഓടി വന്ന ടീച്ചറെ എന്ന് വിളിക്കലും നമുക്കറിയണ്ടാവില്ല അവരെ. പക്ഷെ വലുതായി കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ഓടി വന്നിട്ട് ടീച്ചറെ ഞാൻ ഇന്ന ആളാണ് എന്ന് പറയും. കുട്ടികൾ വലുതായി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ, എന്നാലും അവർ വരും. പിന്നെ നാട്ടുകാരാണെങ്കിൽ എല്ലാറ്റിനും സഹായിക്കുന്നുണ്ട്. ഈ സ്കൂളിൽ എൻ്റെ 8 മക്കളും പഠിച്ചിട്ടുണ്ട്. 2 പേരക്കുട്ടികളും മകൻ്റെ കുട്ടികളും. പിന്നെ അവർക്കൊന്നും ഒരു തോൽവി ഒന്നും ഉണ്ടായിട്ടില്ല. അവരൊക്കെ ക്ലാസ് കയറി പോയി. നല്ല ടീച്ചർമാരും നല്ല മക്കളും. ടീച്ചേഴ്സൊക്കെ നല്ലഞ്ചേരിക്ക് പഠിപ്പിക്കണ്ടേ. ടീച്ചേഴ്സൊക്കെ മക്കളെ പോലെയാണ് ഞങ്ങളെല്ലാവരും. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगल